നിങ്ങൾ ചാറ്റ് ജിപിടിയും ക്ലോഡൊക്കെ യൂസ് ചെയ്യുന്നത് വെറും ഒരു ഗൂഗിൾ സെർച്ചിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാസീവ് ടെക്നോളജിയുടെ റിയൽ പവർ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോയിൽ വെറും ഒരു ബിഗിനറിൽ നിന്നും AI പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോ ആയി മാറാൻ നിങ്ങൾ എടുക്കേണ്ട 4 സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ പുതുതായി ഇറങ്ങിയ ഏതെങ്കിലും കുറച്ച് AI ടൂൾസിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. നമ്മൾ നോക്കുന്നത് ഈ AI മോഡൽസിനെ എങ്ങനെ മാക്സിമം യൂസ് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിലും വർക്കിലും എഫിഷ്യന്റ് ആവാമെന്നാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് സ്റ്റെപ്പ് നമ്പർ 1, ഓഗ്മെന്റിംഗ് AI. ഒരു ഹ്യൂമൻ AI ഇന്ററാക്ഷൻ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഓട്ടോമേഷൻ, ഓഗ്മെന്റേഷൻ, ഏജൻസി. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺഫിഗർ ചെയ്ത ഒരു പ്രീ ഡിഫൈൻഡ് പാത്തിലൂടെ AI യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഡെയിലി ന്യൂസ് സമ്മറി വേണം. എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നമുക്കൊരു ന്യൂസിന്റെ സമ്മറി തരികയാണെങ്കിൽ അതൊരു AI ഓട്ടോമേഷൻ ആണ്. ഇനി രണ്ടാമത് പറഞ്ഞ ഓഗ്മെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ AIയുമായി കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ്. ഈ ഒരു ലെവലിലാണ് നമ്മൾ AI ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു അഡ്വാൻസ് വേർഷനാണ് ഏജൻസി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു AI ഓഗ്മെന്റേഷനിൽ നമ്മൾ AIയുമായി എപ്പോഴും ഒരു കൊളാബറേറ്റീവ് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് AIക്ക് ആവശ്യമായ കോണ്ടെക്സ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളെടുത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ട് ലഭിക്കുന്നുണ്ട്. പ്രാക്ടിക്കലി ഈ ഒരു AI ഓഗ്മെന്റേഷൻ പോസിബിൾ ആക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2, യൂസിങ് പ്രൊജക്ട്സ്. നമ്മളെല്ലാവരും അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഓരോ പ്രൊജക്ട്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ആ പ്രൊജക്ട് എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ, അതുമായി അസോസിയേറ്റ് ചെയ്ത ഫയൽസ്, നോളജ് ബേസ്, വെബ്സൈറ്റ്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ക്ലോഡിലും ചാറ്റ് ജിപിടിയിലും അവൈലബിൾ ആണ്. ഞാനിവിടെ ക്ലോഡിലുള്ള പ്രൊജക്റ്റാണ് കാണിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ടാബിൽ പ്രൊജക്ട്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രൊജക്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആ പ്രൊജക്റ്റിന്റെ കോണ്ടെക്സ്റ്റ് ആയിക്കൊണ്ട് നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിൽ ആ ഒരു പ്രൊജക്ട് സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാം. ഇനി ഫയൽസിൽ ഈ പ്രൊജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസ് കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിവിടെ ഒരു പുതിയ ചാറ്റ് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റ് എല്ലാം മോഡലിന് അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള കസ്റ്റം ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫയൽസ് കാര്യങ്ങളെല്ലാം ഇതിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. നമുക്ക് പുതുതായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, പുതിയ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രൊജക്ട്സിനും നിങ്ങളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കണ്ടിന്യൂസ് കൊളാബറേറ്റീവ് എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരേ സമയം AIക്ക് നിങ്ങളുടെ പ്രൊജക്ട്സിനെ കുറിച്ചുള്ള എല്ലാ കോണ്ടെക്സ്റ്റും അവൈലബിൾ ആണ്. അതേസമയം നിങ്ങൾ ആവശ്യമായ ഇൻപുട്സ് കൊടുക്കുന്നുമുണ്ട്. അതുപോലെ ഏതൊരു സമയത്തും നിങ്ങളുടെ പ്രൊജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാം. കോണ്ടെക്സ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്നും കൂടി പവർഫുൾ ആവുന്നത് നമ്മൾ റിയൽ ലൈവ് ഡാറ്റയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ്. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 3, യൂസിങ് കണക്ടേഴ്സ്. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടൂളുകളിലേക്ക് ക്ലോഡിനെ കണക്ട് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാനും അതിലെ ടാസ്കുകൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കണക്ടേഴ്സ്. ഇത് തന്നെ ചാറ്റ് ജിപിടിയിലും അവൈലബിൾ ആണ്. അവിടെ ആപ്സ് എന്നാണ് പറയുന്നത്, ക്ലോഡിൽ ഇത് കണക്ടേഴ്സ് എന്നാണ് പറയുന്നത്, ചാറ്റ് ജിപിടിയിൽ അത് ആപ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ കണക്ടർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണക്ടേഴ്സിലേക്ക് പോകാം. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മെനുവിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് എന്ന് കാണാം. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ടേഴ്സിലേക്ക് പോകാം. ഞാൻ അവിടെ കണക്ടേഴ്സ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ആഡ് കണക്ടേഴ്സിൽ ബ്രൗസ് കണക്ടേഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആന്ത്രോപ്പിക്കിൻ്റെ എല്ലാ പാർട്ട്ണർ കണക്ടേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയി കാണാൻ സാധിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ പോപ്പുലർ ആയിട്ടുള്ള തേർഡ് പാർട്ടി ടൂൾസും ഇതിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഒരു കണക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഒത്തൻറ്റിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാം. ഇതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളെ കമ്പനി യൂസ് ചെയ്യുന്ന CRM സോഹോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോഹോ കണക്ടർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സോഹോയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ക്ലോഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്കുകളെ ക്ലോഡിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ എക്സാമ്പിൾ, നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്ത് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവയുടെ കണക്ടർ യൂസ് ചെയ്ത് ക്ലോഡിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പാറ്റേണിൽ നമ്മുടെ AI ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് വരുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കോണ്ടെക്സ്റ്റ് കൊടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, യൂസിങ് സ്കിൽസ്. നമ്മൾ സ്ഥിരമായി റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിന് നമുക്ക് സ്കിൽസ് വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. ചാറ്റ് ജിപിടിയിൽ ഇതിന് കസ്റ്റം GPTs എന്നാണ് പറയുന്നത്. സ്കിൽസും കസ്റ്റം GPTസും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു റൈറ്റിംഗ് സ്റ്റൈൽ പാറ്റേൺ ഉണ്ടെങ്കിൽ ആ പാറ്റേൺ നിങ്ങൾക്കൊരു സ്കില്ലായിട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നെ ഏതൊരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ആ സ്കില്ല് യൂസ് ചെയ്ത് ആ പാറ്റേണിലേക്ക് നിങ്ങൾക്ക് ആ റൈറ്റിംഗ്സിനെ മാറ്റാം. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് ലെറ്റ്സ് സേ ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് നിങ്ങളൊരു സ്പെസിഫിക് കളറ്, ടോണ്, ഫോണ്ട്, ടൈപ്പോഗ്രഫി എന്നിവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു സ്കില്ലാക്കിയിട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ബ്രാൻഡിങ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്കില്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോർമാറ്റിലായിരിക്കും മാച്ചിങ് ആകുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്കില്ല് ക്രിയേറ്റ് ചെയ്യൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ക്ലോഡിനോട് എന്ത് സ്കില്ലാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ അതിനാവശ്യമായ എല്ലാ കോൺടാക്ട്സും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ക്ലോഡ് തന്നെ അത് ഒപ്റ്റിമൈസ് ചെയ്തൊരു സ്കില്ലാക്കി മാറ്റും. അതുപോലെ തന്നെ അത് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ / ആ സ്കില്ലിന്റെ പേര് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഇൻവോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കവർ ചെയ്ത 4 സ്റ്റെപ്പുകളും അഡോപ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മളെപ്പോഴും AI യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പുതിയ ചാറ്റ് എടുക്കുന്നതിന് പകരം ഈ ഒരു ഫ്ലോ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.